ये बात प्रधानमंत्री नो और होम मिनिस्टर प्राइम मिनिस्टर नो प्राइम मिनिस्टर साहब बोल तो दीजिए सर। രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി എന്ന് പരാമർശിച്ചപ്പോൾ എല്ലാം സ്പീക്കർ തടഞ്ഞു. सर आप एक काम करिए, आप मुझे बता दीजिए क्या कहना है मुझे. ഒടുവിൽ സഹികെട്ട് രാഹുൽ ഗാന്ധി പറഞ്ഞു, എങ്കിൽ പിന്നെ ഞാൻ എന്ത് പറയണമെന്ന് സ്പീക്കർ പറയൂ. ലോക്സഭാ സ്പീക്കറിന്റെ പക്ഷപാതിത്വത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായാണ് ഈ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത്. രാഹുൽ ഗാന്ധിയെ പ്രതിരോധിക്കാൻ 3 മന്ത്രിമാർ രംഗത്തെത്തിയിട്ടും നടക്കാതെ വന്നപ്പോൾ സ്പീക്കർ ചെയ്ത പണിയാണ് നിങ്ങൾ നേരത്തെ കണ്ടത്. എന്തായാലും അങ്ങനെയുള്ള സ്പീക്കർക്കും BJPക്കുമെതിരെ പൂഴിക്കടകൻ തന്നെ ഇറക്കിയിരിക്കുകയാണ് ഇന്ത്യ സഖ്യം. അതാണ് ഓം ബിർളയ്ക്കെതിരായ അവിശ്വാസ പ്രമേയ നോട്ടീസ്. ഈ നോട്ടീസ് കൃത്യമായ ഒരു രാഷ്ട്രീയ നീക്കമാണ്, തന്ത്രമാണ്. രാഹുൽ ഗാന്ധിയെ ലോക്സഭയിൽ സംസാരിക്കാൻ സമ്മതിക്കാത്ത BJPയും ഓം ബിർളയും ഇന്ത്യ സഖ്യത്തിന്റെ ശക്തമായ ഈ നീക്കത്തിലൂടെ കൃത്യമായി പ്രതിരോധത്തിലായി എന്ന് തന്നെ പറയാം. രാഹുൽ ഗാന്ധി അവിശ്വാസ പ്രമേയ ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിക്കുമെന്നാണ് സൂചന. അങ്ങനെയെങ്കിൽ അത് BJPക്ക് കൂടുതൽ ആഘാതമായി മാറും. കാരണം രാഹുലിന്റെ പ്രസംഗത്തെ, അദ്ദേഹത്തിന്റെ വാക്കുകളെ അത്രത്തോളം BJP പേടിക്കുന്നുണ്ട്. നരവനെയുടെ പുസ്തകം സംബന്ധിച്ച വിഷയം വീണ്ടും രാഹുൽ ഗാന്ധി സഭയിൽ ഉയർത്തും. ഇത് BJPയെ പൊള്ളിക്കുന്ന കാര്യവുമാണ്. അവിശ്വാസ പ്രമേയം പാസ്സാകില്ലെന്ന് ഉറപ്പാണെങ്കിലും 4 രാഷ്ട്രീയ നീക്കങ്ങളാണ് പ്രതിപക്ഷം ഈ നോട്ടീസിലൂടെ ലക്ഷ്യമിടുന്നത്. അത് നമുക്ക് ഓരോന്നായി പരിശോധിക്കാം. അതിനിടയ്ക്ക് നരവനെയുടെ പുസ്തകവുമായി ബന്ധപ്പെട്ട് പുതിയ പോർമുഖവും തുറന്നിട്ടുണ്ട്. അതും ഈ വീഡിയോയുടെ അവസാന ഘട്ടത്തിൽ പരിശോധിക്കാം. ആദ്യം രാഹുലിൻ്റെയും സംഘത്തിൻ്റെയും രാഷ്ട്രീയ നീക്കവും അതിൽ BJPക്ക് കിട്ടുന്ന തിരിച്ചടിയും പരിശോധിക്കാം. ഒന്നാമത്തെ രാഷ്ട്രീയ നീക്കം അല്ലെങ്കിൽ ഒന്നാമത്തെ പ്രതിപക്ഷത്തിൻ്റെ ലക്ഷ്യം BJPയെയും സ്പീക്കറിനെയും തുറന്നു കാട്ടുക എന്നതാണ്. സഭാ നടപടികൾ നിയന്ത്രിക്കുന്ന സ്പീക്കർ നിഷ്പക്ഷനല്ല, ഭരണപക്ഷത്തിന് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്നു. അങ്ങനെയുള്ള ആരോപണങ്ങൾ ശക്തമായി സഭയിൽ ഉന്നയിക്കുക വഴി സർക്കാരിനെ ധാർമ്മികമായി സമ്മർദ്ദത്തിലാക്കാൻ പ്രതിപക്ഷത്തിന് സാധിക്കും. സ്പീക്കറുടെ പദവിയെ ചോദ്യം ചെയ്യുന്നതിലൂടെ സർക്കാരിൻ്റെ പ്രവർത്തന രീതികളെ ജനമധ്യത്തിൽ ചർച്ചയാക്കാനും പ്രതിപക്ഷത്തിന് കഴിയും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടം. മാത്രമല്ല, സഭാ നടപടികൾ ഏകപക്ഷീയമാണെന്ന ആരോപണം സജീവമായി നിലനിർത്താൻ ഈ നീക്കം സഹായിക്കുകയും ചെയ്യും. രണ്ടാമത്തെ ലക്ഷ്യം പ്രതിപക്ഷത്തിൻ്റെ ഐക്യം ഊട്ടി ഉറപ്പിക്കുക എന്നതാണ്. പല കാര്യങ്ങളിൽ വ്യത്യസ്ത നിലപാട് സ്വീകരിക്കുന്ന വിവിധ പാർട്ടികൾ ഈ വിഷയത്തിൽ ഒന്നിച്ചത് നല്ല സൂചനയാണ്. നോട്ടീസിൽ തൃണമൂൽ കോൺഗ്രസ് ഒപ്പിട്ടിട്ടില്ല എങ്കിലും 118 MPമാർ ഒപ്പിട്ടത് പ്രതിപക്ഷ നിരയിലെ ഏകോപനം തെളിയിക്കുകയും ചെയ്യുന്നു. ബജറ്റ് സമ്മേളനം പോലെ നിർണായകമായ ഒരു ഘട്ടത്തിൽ ഒരുമിച്ച് നിന്ന് സർക്കാരിനെ നേരിടാൻ തങ്ങൾ സജ്ജരാണ് എന്നുള്ള മുന്നറിയിപ്പാണ് പ്രതിപക്ഷം നൽകുന്നത്. ഇത് ഭരണപക്ഷത്തിന് കൃത്യമായ അപകട സൂചനയുമാണ്. മൂന്നാമത്തെ ലക്ഷ്യം രാഹുൽ ഗാന്ധിയെ ഭരണപക്ഷം എത്രത്തോളം പേടിക്കുന്നു എന്ന കാര്യം വീണ്ടും പൊതുജന മധ്യത്തിൽ കൊണ്ടുവരാൻ പ്രതിപക്ഷത്തിന് ഈ നീക്കത്തിലൂടെ കഴിയും എന്നതാണ്. രാഹുൽ ഗാന്ധി കൂടുതൽ കരുത്തനായി എന്ന സന്ദേശം യുവതലമുറയ്ക്ക്, പ്രത്യേകിച്ചും യുവതലമുറയ്ക്ക് മുന്നിലേക്ക് കൂടുതൽ ആഴത്തിലെത്തിക്കാനും കഴിയും. എന്തായാലും സ്പീക്കർക്കെതിരായ അവിശ്വാസ പ്രമേയ നോട്ടീസ് സംബന്ധിച്ച ചർച്ച ഗോദി മീഡിയയ്ക്ക് അവഗണിക്കാനും കഴിയില്ല എന്നത് മറ്റൊരു യാഥാർത്ഥ്യമാണ്. മാത്രമല്ല, ബജറ്റ് പ്രഖ്യാപനങ്ങളിൽ നിന്ന് മാധ്യമ ശ്രദ്ധയും പൊതുജന ശ്രദ്ധയും സ്പീക്കർക്കെതിരായ നീക്കത്തിലേക്കും സഭയിലെ നാടകീയ രംഗങ്ങളിലേക്കും തിരിച്ചുവിടാൻ പ്രതിപക്ഷത്തിന് ഈ നോട്ടീസിലൂടെ സാധിക്കും എന്നതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇനി നാലാമത്തെ കാര്യത്തിലേക്ക് വന്നാൽ, സ്പീക്കർ ഓം ബിർളയെ ഇരുത്തിക്കൊണ്ട് വിമർശിക്കാം. അദ്ദേഹത്തിന് ഇടപെടാൻ കഴിയില്ല. കാരണം സ്പീക്കർക്കെതിരായ അവിശ്വാസ പ്രമേയത്തിൽ ചർച്ച നടക്കുമ്പോൾ ഓം ബിർളയ്ക്ക് സഭ നിയന്ത്രിക്കാൻ കഴിയില്ല. അവിശ്വാസ പ്രമേയത്തിന്മേലുള്ള ചർച്ച 14 ദിവസത്തിന് ശേഷമായിരിക്കും നടക്കുക. ഭരണഘടനയുടെ 94C അനുച്ഛേദം അനുസരിച്ച് 14 ദിവസത്തെ മുൻകൂർ നോട്ടീസ് ആവശ്യമാണ്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ വരുന്നത്. ഈ കാലയളവിൽ സ്പീക്കറുടെ ഓരോ നീക്കവും സൂക്ഷ്മമായി നിരീക്ഷിക്കപ്പെടും എന്നുള്ള കാര്യം ഉറപ്പാണ്. സഭയിലെ ചർച്ചകളിൽ കൂടുതൽ ഇടപെടാനും സ്പീക്കറെ സമ്മർദ്ദത്തിലാക്കാനും ഈ കാലയളവിൽ പ്രതിപക്ഷത്തിന് നീക്കം നടത്താം. ഇനി സ്പീക്കർക്കെതിരായ അവിശ്വാസ പ്രമേയം കൊണ്ടുവരാൻ പ്രതിപക്ഷം ചൂണ്ടിക്കാണിച്ച 4 കാര്യങ്ങൾ കൂടി വളരെ വേഗം നോക്കാം. ഫെബ്രുവരി 2 രാഷ്ട്രപതിയുടെ പ്രസംഗത്തിനുള്ള നന്ദി പ്രമേയ ചർച്ചയിൽ സംസാരിക്കാൻ രാഹുൽ ഗാന്ധിയെ അനുവദിച്ചില്ല. ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല. രാഹുലിനെ മിക്കവാറും സംസാരിക്കാൻ അനുവദിക്കാറില്ല എന്ന് നോട്ടീസിൽ പ്രതിപക്ഷം പറയുന്നു. ഫെബ്രുവരി 3 8 പ്രതിപക്ഷ MPമാരെ ബജറ്റ് സമ്മേളനത്തിലുടനീളം സസ്പെൻഡ് ചെയ്തു. ഫെബ്രുവരി 4 പ്രധാനമന്ത്രിമാരായ നെഹ്റുവിനും ഇന്ദിരാഗാന്ധിക്കുമെതിരെ ആക്ഷേപകരവും വ്യക്തിപരവുമായ ആക്രമണം നടത്താൻ BJP MP നിഷികാന്ത് ദുബെയെ സ്പീക്കർ അനുവദിച്ചു. പാർലമെന്ററി കീഴ്വഴക്കങ്ങളും മര്യാദകളും ലംഘിച്ചിട്ടും ദുബെയെ സ്പീക്കർ ഒരു തവണ പോലും ശാസിച്ചിട്ടില്ല എന്ന് പ്രതിപക്ഷത്തിൻ്റെ നോട്ടീസിൽ പറയുന്നു.
ദുബൈയുടെ പരാമർശങ്ങളിൽ ചിലത് സഭാരേഖകളിൽ നിന്ന് നീക്കം ചെയ്തെങ്കിലും പൂർണ്ണമായും സഭാരേഖകളിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ പരാമർശം ഒഴിവാക്കിയിട്ടില്ല. മറ്റൊരു കാര്യം നോട്ടീസിൽ ചൂണ്ടിക്കാണിക്കുന്നത് രാഹുൽ ഗാന്ധിയെ സംസാരിക്കാൻ അനുവദിക്കാത്തതിനെ തുടർന്ന് പ്രതിപക്ഷ പ്രതിഷേധം നിലനിന്നിരുന്ന വ്യാഴാഴ്ച പ്രധാനമന്ത്രിയോട് സഭയിൽ വരേണ്ടതില്ല എന്ന് താൻ പറഞ്ഞതായി സ്പീക്കർ ഓം ബിർള പറഞ്ഞിരുന്നു. കോൺഗ്രസിലെ ചില അംഗങ്ങൾ പ്രധാനമന്ത്രിയുടെ ഇരിപ്പിടത്തിന് സമീപമെത്തി ചില സംഭവങ്ങൾ സൃഷ്ടിക്കുമെന്ന് തനിക്ക് വിശ്വസനീയമായ വിവരം കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ടാണ് പ്രധാനമന്ത്രിയോട് സഭയിൽ വരേണ്ടതില്ലെന്ന് താൻ അഭ്യർത്ഥിച്ചത് എന്നാണ് ബിർള പറഞ്ഞത്. സ്പീക്കറുടെ ഈ പരാമർശം തികച്ചും തെറ്റായ ആരോപണങ്ങളാണ് എന്നും അപകീർത്തികരമാണ് എന്നും നോട്ടീസിൽ പ്രതിപക്ഷം ആരോപിക്കുന്നു. നടപടിക്രമങ്ങളുടെയും പാർലമെന്ററി മര്യാദകളുടെയും സംരക്ഷകനാകേണ്ട സ്പീക്കർ ഇത്തരം പ്രസ്താവനകൾ നടത്താൻ സഭയുടെ ഫ്ലോർ തെരഞ്ഞെടുത്തത് ഭരണഘടനാ പദവിയുടെ ദുരുപയോഗമാണ് എന്ന് നോട്ടീസിൽ പ്രതിപക്ഷം വ്യക്തമാക്കുന്നു. അതിനിടയ്ക്ക് BJP നരവനെ പുസ്തകവുമായി ബന്ധപ്പെട്ട് ചില ഓപ്പറേഷനുകൾ തുടങ്ങിയെന്ന് വ്യക്തമാകുന്ന കാര്യങ്ങളും പുറത്തുവരികയാണ്. അതുകൊണ്ട് തന്നെയാണ് രാഹുൽ ഗാന്ധിയെ തള്ളി കരസേന മുൻ മേധാവി MM നരവനെ രംഗത്തെത്തിയത്. പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടില്ല എന്ന പ്രസാധകരുടെ നിലപാടാണ് ശരിയെന്ന് നരവനെ സമൂഹ മാധ്യമത്തിൽ കുറിച്ചു. പ്രസാധകരായ പെൻഗ്വിൻ റാൻഡം ഹൗസ് ഇന്ത്യയുടെ എക്സ് പോസ്റ്റ് പങ്കിട്ടാണ് ഇക്കാര്യത്തിൽ എഴുത്തുകാരൻ നിലപാട് വ്യക്തമാക്കിയത്. അതായത് പ്രസാധകരായ പെൻഗ്വിനെയും നരവനെയും കേന്ദ്രം ചില ഓപ്പറേഷനുകളിലൂടെയോ അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തിയോ തങ്ങളുടെ പക്ഷത്താക്കി എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് സാമാന്യമായി കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്നത്. ഒന്നുകിൽ പ്രസാധകരായ പെൻഗ്വിൻ ഇന്ത്യയോ അല്ലെങ്കിൽ നരവനെയോ ഇക്കാര്യത്തിൽ കള്ളം പറയുന്നു എന്നാണ് ഈ വിഷയത്തിൽ രാഹുൽ ഗാന്ധി നേരത്തെ പ്രതികരിച്ചത്. നരവനെ കള്ളം പറയുമെന്ന് താൻ വിശ്വസിക്കുന്നില്ല എന്നും രാഹുൽ വ്യക്തമാക്കിയിരുന്നു. നേരത്തെ ആമസോണിൽ പ്രസിദ്ധീകരിച്ച പുസ്തകത്തിന്റെ ലിങ്ക് വരെ MM നരവനെ ട്വീറ്റ് ചെയ്തിരുന്നു. ആ ലിങ്കിൽ ഇപ്പോൾ ആ പുസ്തകം കിട്ടാനില്ല എന്നത് മറ്റൊരു കാര്യം. MM നരവനെയുടെ ആത്മകഥയായ 4 Stars ഓഫ് ഡെസ്റ്റിനിയുടെ കോപ്പികൾ പ്രസിദ്ധീകരിച്ചിട്ടില്ല എന്നും പുസ്തകത്തിൻ്റെ പ്രിൻ്റ് അല്ലെങ്കിൽ ഡിജിറ്റൽ രൂപത്തിലുള്ള ഒരു പകർപ്പും പെൻഗ്വിൻ റാൻഡം ഹൗസ് ഇന്ത്യ പ്രസിദ്ധീകരിക്കുകയോ വിതരണം ചെയ്യുകയോ വിൽക്കുകയോ പൊതുജനങ്ങൾക്ക് നൽകുകയോ ചെയ്തിട്ടില്ല എന്നുമാണ് ഈ പെൻഗ്വിൻ ഇന്ത്യയുടെ പ്രസ്താവന പുറത്തു വന്നിട്ടുള്ളത്. നിലവിൽ പ്രചാരത്തിലുള്ള പുസ്തകത്തിൻ്റെ പ്രിൻ്റ് അല്ലെങ്കിൽ ഡിജിറ്റൽ കോപ്പികൾ പകർപ്പവകാശ ലംഘനമാണ് എന്നാണ് പെൻഗ്വിൻ ഇന്ത്യയുടെ മുന്നറിയിപ്പ്. ഇതുമായി ബന്ധപ്പെട്ട് ദില്ലി പോലീസ് ഒരു കേസും എടുത്തിട്ടുണ്ട്. അതായത് പെൻഗ്വിൻ ഇന്ത്യയുടെ പ്രസ്താവന പുറത്തു വന്നതിനുടനെ ദില്ലി പോലീസ് കേസെടുത്തു. ഇപ്പോഴത്തെ ഇന്ത്യയിൽ ഇതല്ല, ഇതിനും അപ്പുറം നടക്കും എന്നതാണ് നമ്മൾ ഇതിൽ നിന്നെല്ലാം മനസ്സിലാക്കേണ്ടത്. BJP ഇത്രയും പേടിപ്പിക്കുന്ന രീതിയിലുള്ള എന്ത് കാര്യമാണ് നരവനയുടെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്, അതും കൂടി നോക്കി ഈ വീഡിയോ അവസാനിപ്പിക്കാം. ചൈനീസ് ടാങ്കുകൾ കൈലാസ പർവ്വതനിരയിൽ എത്തിയപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് മുൻ കരസേനാ മേധാവി MM നരവനെ രാജ്നാഥ് സിംഗിനെ വിളിച്ചു ചോദിച്ചു. ആദ്യം രാജ്നാഥ് സിംഗ് അദ്ദേഹത്തിനോട് പ്രതികരിച്ചില്ല. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്, അന്ന് വിദേശകാര്യമന്ത്രിയായിരുന്ന S ജയശങ്കർ, NSA എന്നിവരോട് ഈ നരവനെ അഭിപ്രായം തേടി. പക്ഷേ നരവനയ്ക്ക് ഉചിതമായ മറുപടി ഇവരാരും നൽകിയില്ല. തുടർന്ന് അദ്ദേഹം വീണ്ടും പ്രതിരോധ മന്ത്രിയെ വിളിച്ചു. മുകളിലുള്ളവരോട് ചോദിക്കാമെന്ന് രാജ്നാഥ് സിംഗ് വീണ്ടും അദ്ദേഹത്തോട്, അതായത് നരവനയോട് പറഞ്ഞു. ചൈനീസ് സൈന്യം വന്നാൽ അനുവാദമില്ലാതെ വെടിവെക്കരുത് എന്നായിരുന്നു ഉന്നതങ്ങളിൽ നിന്നുള്ള മറുപടി. നരവനെയും സൈന്യവും ചൈനീസ് ടാങ്കുകൾക്ക് നേരെ വെടിവെക്കാൻ ആഗ്രഹിച്ചിരുന്നു. ചൈന ഇന്ത്യയിലേക്ക് അതിക്രമിച്ച് കയറിയിരുന്നു. ഉചിതമായത് മാത്രം ചെയ്യൂ എന്ന മറുപടിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൽകിയത് എന്നാണ് ഈ പുസ്തകത്തിൽ പറയുന്നത് എന്നാണ് രാഹുൽ ഗാന്ധി ആരോപിക്കുന്നത്. അതിനർത്ഥം മോദി സ്വന്തം കടമ നിറവേറ്റിയില്ല എന്നാണ് രാഹുൽ പാർലമെന്റിൽ പറഞ്ഞത്. താൻ ശരിക്കും ഒറ്റപ്പെട്ടുവെന്നും മുഴുവൻ ഭരണകൂടവും തന്നെ ഉപേക്ഷിച്ചതായി തോന്നിയെന്നുമാണ് മുൻ കരസേനാ മേധാവി MM നരവനെ ഈ പുസ്തകത്തിൽ എഴുതിയത് എന്നാണ് രാഹുൽ ആരോപിച്ചത്. വലിയ രാജ്യസ്നേഹം പറയുന്ന BJPക്കും പ്രധാനമന്ത്രിക്കും രാഹുൽ ഈ നരവനയുടെ പുസ്തകം വെച്ച് ഇങ്ങനെയുള്ള ആരോപണങ്ങൾ മുന്നോട്ട് വെച്ചത്, അതായത് ഈ പുസ്തകം വായിച്ച് തന്നെ ആരോപണങ്ങൾ മുന്നോട്ട് വെച്ചത് പൊള്ളുന്ന കാര്യമായി മാറിയത് അങ്ങനെയാണ്. ഇതോടെയാണ് രാഹുലിനെ പാർലമെന്റിൽ സംസാരിപ്പിക്കാതിരിക്കാൻ BJP മന്ത്രിമാരും സ്പീക്കറും നീക്കം നടത്തിയത്. ആ നീക്കങ്ങളാണ് ഇപ്പോൾ സ്പീക്കർക്കെതിരായ അവിശ്വാസ പ്രമേയ നോട്ടീസിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. എന്തായാലും BJPയെ സംബന്ധിച്ച് സ്പീക്കർക്കെതിരായ അവിശ്വാസ പ്രമേയ നോട്ടീസ് വലിയ തിരിച്ചടിയാണെന്ന് തന്നെ പറയാം. കാരണം പ്രതിപക്ഷത്തിന് വലിയ തോതിൽ വാർത്താ സ്പേസ് കിട്ടാൻ ഈ നോട്ടീസ് കാരണമാകും. അല്ലെങ്കിൽ തന്നെ രാഹുൽ ഗാന്ധിയെ BJPയും മോദിയും വലിയ തോതിൽ പേടിക്കുന്നു എന്ന ഒരു ഇമേജ്, ഒരു നറേറ്റീവ് പൊതുജനങ്ങൾക്കിടയിൽ രൂപപ്പെട്ടു വരുന്നുണ്ട്. ഇത് BJPയും തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ടാണ് കൂട്ടത്തോടെ രാഹുൽ ഗാന്ധിയെ നേരിടാൻ BJP മന്ത്രിമാർ ഇറങ്ങിത്തിരിച്ചത്. അതാണ് ഇപ്പോൾ ബൂമാറാങ് പോലെ തിരിച്ചടിച്ചിരിക്കുന്നത്. മാത്രമല്ല നരവനയുടെ ആത്മകഥയിലെ പരാമർശങ്ങൾ BJPയുടെ രാജ്യസ്നേഹത്തിൻ്റെ അവകാശവാദങ്ങളെ തീർത്തും നിരാകരിക്കുന്നതുമാണ്.
അത് നിരന്തരം രാഹുൽ ഗാന്ധി ഉയർത്തുന്നത് ബി.ജെ.പിയെ വല്ലാതെ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ട്, പ്രത്യേകിച്ച് നരേന്ദ്രമോദിയെ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ട്. ഇതിനിടയിലാണ് ഇപ്പോൾ ഈ സ്പീക്കർക്കെതിരായ അവിശ്വാസ പ്രമേയ നോട്ടീസ് മേലുള്ള ചർച്ചയും വരുന്നത്. ഇതെല്ലാം കൊണ്ട് തന്നെ ഈ പാർലമെൻറ്റ് സമ്മേളനം ബി.ജെ.പിക്ക് വലിയ തലവേദനയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് എന്ന് തന്നെ നമുക്ക് പറയാം. എന്താണ് ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം? കമൻറ്റ് ചെയ്യുക. വാട്സപ്പിൽ പേജ് 10 സ്റ്റോറീസ് വീഡിയോകൾ കിട്ടാൻ കമൻറ്റ് ബോക്സിലുള്ള ലിങ്കുകൾ ക്ലിക്ക് ചെയ്യുക. വാട്സപ്പ് ചാനലിലോ അല്ലെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പിലോ അംഗമാകാം. നന്ദി, നമസ്കാരം.